അല്ലൂസ് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ടെല്ലിവിയിൽ സെൻട്രൽ ബസ് സ്റ്റേഷനുള്ളിലാണ് ഉള്ളത്. കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുമെന്ന് എനിക്കറിയാം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞണ്ട് എങ്ങനെയാണ് കറി വയ്ക്കുന്നത് എന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞണ്ട് കറി വയ്ക്കാൻ എനിക്കറിയത്തില്ല, വൃത്തിയാക്കാൻ ഒട്ടും അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഞണ്ട് കറി കൂട്ടിയിട്ടുള്ളൂ. അപ്പം നമുക്ക് കറി വെച്ച് തരുന്നത് നമ്മുടെ റൂമിലുള്ള സിന്ധുവാണ്. സിന്ധു എറണാകുളംകാരിയാണ്. അവൾക്ക് നന്നായിട്ട് ഞണ്ട് കറി വയ്ക്കാനൊക്കെ അറിയാം. എങ്ങനെയാണ് ഞണ്ട് കറി വയ്ക്കുന്നതെന്ന് നമുക്ക് അവളോട് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞണ്ട് വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതേപോലെ തന്നെ കറി വയ്ക്കാനും വളരെ എളുപ്പമാട്ടോ. നമുക്കൊന്ന് കറി വയ്ക്കാൻ തുടങ്ങിയാലോ. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിന്ന് പറയാം. വലിയൊരു സവോള, 10 അല്ലി വെളുത്തുള്ളി, ഇടത്തരം കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇത് നമ്മൾ അരിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു ഇടത്തരം തക്കാളി. ഇതെല്ലാം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. പാൻ ചൂടായി കഴിയുമ്പോൾ പാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഇടാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൈകൊണ്ടൊന്ന് ഞെരടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സവോളയും പച്ചമുളകൊക്കെ ഒന്ന് കൈകൊണ്ട് ഞെരടി ഇടുന്നത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കറിക്ക്. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ ഒക്കെ കളറൊക്കെ മാറി വന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാൻ. ആവശ്യമായിട്ടുള്ള പൊടികളുടെ അളവ് ഞാനൊന്ന് പറഞ്ഞു തരാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ നമ്മളുടെ തക്കാളിക്കൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിക്കയും സവോളയും പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വേണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഞണ്ടിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം.
ഈ ഗ്രേവി കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. അത് കൂടുതൽ നമ്മൾ ആ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ കറിക്ക് നല്ല കളർ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കറി വെച്ചാലും മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ എരിവുള്ള മുളക് പൊടിയേക്കാളും കൂടുതൽ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പുമായിരിക്കും, അതേപോലെ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് വേണം. ആദ്യം നമുക്ക് ഞണ്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞണ്ടും അരപ്പും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, കൈ പൊള്ളാതെയൊക്കെ സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ചാറ് ഇഷ്ടമാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഞാൻ ചാറ് കുറച്ച് പറ്റിച്ചാണ് എടുത്തേക്കുന്നത്. അപ്പം ചാറ് ഇഷ്ടം എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത് ചാറ് പറ്റിച്ചെടുത്ത് കഴിക്കുന്നതാണ് കൂടുതൽ ഞണ്ടിന് ടേസ്റ്റ്. അപ്പോൾ ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചെറുതീയിലാണ് ഞാൻ വേവിച്ചെടുത്തത്. അപ്പം നമ്മുടെ ഞണ്ടൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് ആവശ്യത്തിന് ഉപ്പും എരിവൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഒത്തിരി നേരം അടുപ്പിൽ വെച്ച് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്ത് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ തേങ്ങാപ്പാലൊക്കെ ചൂടായ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് സെർവ് ചെയ്യാം. ടിന്നിലും വാങ്ങിക്കാൻ കിട്ടുന്ന തേങ്ങാപ്പാലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കട്ടിയുള്ളതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് 1 മുറി തേങ്ങയുടെ പാലെടുത്ത് ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്